ആ, ഇതെന്റെ ആങ്ങളെയാ, ഡോക്ടർ തോമസ്. ഇത് മാത്തച്ഛൻ, ഇത് അച്ചാമ്മ. അവളുടെ അമ്മാച്ചനല്ലേ? കല്യാണം നിശ്ചയിക്കുമ്പോ ഇവിടെ ഉണ്ടായിരിക്കണമെന്ന് കരുതി ഞാൻ എഴുത്തയച്ചു വരുത്തിയതാ. മോൻ വന്നില്ലേ? വഴിക്കൊരു കൂട്ടുകാരനെ കാണാൻ ഇറങ്ങിയതാ. ഇപ്പൊ വരും. ഷേർലി എവിടെ ശോശാമേ? അയ്യോ, അവൾക്ക് പരീക്ഷയാ. ഇവര് ഹോസ്റ്റലിൽ പോയി കണ്ടേച്ചു വരിക. അപ്പോ ഇനി എങ്ങനെയാ മറ്റു കാര്യങ്ങളൊക്കെ? ഈപ്പച്ച, എനിക്ക് ഒരേ ഒരു മകൻ, ഈപ്പച്ചന് ഒറ്റ ഒരു മോളും. പിന്നെ നമുക്കെന്താ മറ്റു കാര്യങ്ങൾ പറയാനുള്ളത്? അത് ശരിയാ. ചെറുക്കനും പെണ്ണിന് ഇഷ്ടമായെങ്കിൽ പിന്നെ തീയെ നിശ്ചയിച്ചങ്ങ് നടത്തുക. കേഞ്ചൂട്ടി വന്നെന്നാ തോന്നുന്നത്. രാമനെ, ഇതാണ് ഞങ്ങളുടെ മോൻ. മോനെന്തേ പഠിത്തം നിർത്തി കളഞ്ഞത്? അത് ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞില്ലേ, അവൻ എസ്റ്റേറ്റ് കാര്യങ്ങൾ നോക്കാനാ കൂടുതൽ താല്പര്യം. എന്നാ നമുക്കിനി ഊണ് കഴിഞ്ഞിട്ട് സംസാരിക്കാം. അളിയ, നമുക്ക് ഈ വിവാഹം വേണ്ട. അതെന്താ? ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും നെഞ്ചുവേദന ഉണ്ടായിട്ടുണ്ടോ? 1-2 പ്രാവശ്യം വന്നിട്ടുണ്ട്. പക്ഷേ അന്നത്ര വേദന ഉണ്ടായിരുന്നില്ല. അന്ന് രക്തം ഛർദ്ദിച്ചായിരുന്നോ? ഇല്ല, ഇപ്പൊ ആദ്യമാണ്. ജെയിംസ് മദ്യപിക്കാറുണ്ടോ? പറയൂ. ഉണ്ട്. മയക്കുമരുന്നുകൾ ഉപയോഗിക്കാറുണ്ട്. എത്ര കാലമായി ഇത് ആരംഭിച്ചിട്ട്? 3 വർഷമായി. ജെയിംസിന് എത്ര വയസ്സായി? 24. ഇത്ര ചെറുപ്പത്തിലെ നിങ്ങൾ എങ്ങനെ എതിർ സ്വഭാവങ്ങൾക്ക് അടിമയായി തീർന്നു? അമിതമായ മദ്യപാനവും ഡ്രഗ്സും നിങ്ങളുടെ ഹാർട്ടിനെയും ലിവറിനെയും വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. ഒരു ദിവസം കൊണ്ട് ഈ സ്വഭാവം മാറ്റിയെടുക്കാൻ സാധ്യമല്ലെന്ന് എനിക്കറിയാം. പക്ഷേ ക്രമേണ ഇത് ഉപേക്ഷിക്കാമെന്ന് നിങ്ങൾ വാക്ക് തന്നാൽ ഞാൻ നിങ്ങളെ ചികിത്സിക്കാം. ശ്രമിക്കാം ഡോക്ടർ. ജെയിംസ് രക്തം എപ്പോഴെങ്കിലും പരിശോധിപ്പിച്ചിട്ടുണ്ടോ? ഉണ്ട് ഡോക്ടർ. കഴിഞ്ഞ വർഷം എനിക്ക് വീടി വന്നു. അപ്പൊ പരിശോധിപ്പിച്ചതാ. അളിയനെ അവരോട് വാക്ക് പറഞ്ഞേക്കരുത്. ശരി. വണ്ടി നിർത്തൂ. വാസു, നീ എവിടെ പോയിട്ട് വരുന്നു? ഒരു അർച്ചന കഴിക്കാൻ പോയതാ. എന്താ വിശേഷം? രാധ പ്രസവിച്ചു. എന്താ കുഞ്ഞ്? പെൺകുട്ടിയാ. വിശേഷമൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. തൽക്കാലം ഇത് കയ്യില് ഒന്നും വേണ്ടേ? വെച്ചോ. വരട്ടെ. പെണ്ണിന് പേറ്റുമരുന്ന് വല്ലതും ഉണ്ടാക്കി കൊടുത്ത് അയക്കണോ? നാളെ നിങ്ങൾക്ക്. ഡ്രൈവർ, വണ്ടി വിട്. കൊച്ചുമലയാളി, അണ്ണന്റെ എഴുത്ത് വന്നു. ഇതുവരെ വന്നില്ല മോനെ. വരും. അസുഖം മാറിയോ? അസുഖമോ? എന്തസുഖം? ഇന്നാള് ചോര ഛർദിച്ചത്. അത് മാറണമെങ്കിൽ ഞാൻ മരിക്കണം. കൊച്ചുമലയാളി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ മരിക്കുന്നത് നിനക്ക് ദുഃഖമാണോ? എല്ലാവരും ഒരിക്കൽ മരിക്കും. ഞാനല്പം നേരത്തെ പോകുന്നത് മാത്രം. എന്തിനാ നേരത്തെ പോകുന്നത്? അഴുക്കുചാലുകളിലൂടെ കഴിഞ്ഞാണില്ലാതെ ഞാൻ ഓടി. ഒരു മനുഷ്യായുസിൽ ചെയ്യാവുന്ന തെറ്റുകളൊക്കെ ഞാൻ ചെയ്തു. എന്റെ കാലുകൾ തളർന്നു. ദ്രവിച്ചു തുടങ്ങിയ ഹൃദയത്തിന്റെ പിടിപ്പ് ഏത് നിമിഷവും നിൽക്കാം. നീ കരയാൻ വേണ്ടിയല്ല ഞാൻ പറഞ്ഞത്. നീ അടുത്ത് വരുമ്പോൾ, നിന്നോട് സംസാരിക്കുമ്പോൾ ഇന്നെനിക്കൊരു ആശ്വാസം തോന്നുന്നു. ഈ കാട്ടിൽ എവിടെ വെച്ച് കണ്ടാലും നീ എന്റെ അടുത്ത് വരണം. അല്പനേരം സംസാരിച്ചിട്ട് പോണം. വരുമോ? വരാം.
ഇനി നീ വരുമ്പോൾ നിന്റെ വീട്ടുമുറ്റത്തെ പിച്ചിയിൽ നിന്ന് ഒരു കഴിക്കുമ്പോൾ പൂവോടെ കൊണ്ടുവരണം. കൊണ്ടുവരാം. ശരി, നീ പൊയ്ക്കോളൂ. അങ്ങോട്ട് കിടക്ക. എടീ ചെല്ലമ്മേ, എന്താ? എന്താണെന്നോ ഇയാള് കുടിച്ച് നീ ഇവിടുന്ന് കൊടുത്ത ചാരായല്ലേ? അതെ നീ ഗവൺമെന്റ് ചാരായല്ലേ വിൽക്കുന്നത്? അതെ. പിന്നെ എങ്ങനെ ഇയാളെ കാഴ്ച പോയി? കാഴ്ച പോയോ? എന്റെ ദൈവമേ, ഞാൻ ഇവിടുന്ന് കുടിച്ചിരിക്കുക. എന്നാ എളുപ്പം ആശുപത്രി പോക്കൂ. ഒരാൾ കുടിച്ചു പോയൂ, അല്ലെങ്കിൽ അവൻ തലകറങ്ങി വഴക്കി വീഴും. എളുപ്പം കൊണ്ടുപോക്കൂ. ദാമോദര, എടാ ദാമോദര, നിനക്കിപ്പം വേറെ വല്ല വിഷമവും തോന്നിക്കുന്നുണ്ടോ? അയ്യോ, എന്നാ ഇത് വിഷമത്യം തന്നെ. അടക്കറി ഷാപ്പ്. അതിപ്പോ ഈ അടക്കറി. എന്താ എന്താ എന്താണെന്നോ? ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വരാൻ. ഇത് കണ്ടോ? മറ്റു ദുരന്തം. മറ്റു ദുരന്തം. ഇയാൾ ഇവിടെ നിന്ന് കാല് സരക്കൊക്കെ കുടിച്ചോണ്ട് പോയതാ. കാഴ്ച പോയെന്നാ നേതാവ് പറയുന്നത്. നോക്കി നോക്കാം, നല്ലതുപോലെ നോക്കാം. ഇന്ന് നമ്മുടെ കള്ളൻ ദാമോദരൻ. ഏത് ദാമോദരനാണെങ്കിലും ആള് പോയോ? ദാമോദരൻ അവന്റെ കണ്ണ് പോയിരിക്കുക, അവൻ സംസാരിക്കാൻ മേല. വിഷമത്യത്തിന് ഒരു ഒറ്റമൂലിയുണ്ട്, ആളെ ഒന്ന് പ്രയോഗിച്ചു നോക്കാം. ഏത് മൂലി പ്രയോഗിച്ചാലും ആള് പോക്കാ. ഇതെന്തുവാ? ചൊറിഞ്ഞാണോ? വിഷമദ്യമാണെങ്കിൽ ഇത് ശരീരത്തിൽ തൊട്ടാൽ അപ്പ വിഷമം. ഒരേ ദാമോദര, ഇതാണ് ഒറ്റമൂലി പ്രയോഗം. നിനക്കിപ്പോ കണ്ണു കാണാമോ? കാണാമേ. നീ പിന്നെ കിടക്കോ? നേതാവ് പറഞ്ഞിട്ടാണ്. ഞാൻ നേതാവ്? അയ്യോ, ഗുഡ് ഈവനിങ് ഡോക്ടർ. ഡോക്ടറുടെ കത്ത് എനിക്ക് ഇന്നലെയാ കിട്ടിയത്. മകനെപ്പറ്റി ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് വരാനായി ഞാൻ എഴുതിയത്. എന്താ ഡോക്ടർ? ജെയിംസ് കുട്ടിയുടെ കല്യാണാലോചന മുടക്കിയത് ഞാനാണ്. രണ്ടുകൂട്ടരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാനത് ചെയ്തത്. മുൻപൊരിക്കൽ നെഞ്ചുവേദനയുമായി ജെയിംസ് കുട്ടി എന്റെ അടുക്കൽ വന്നു. ഞാൻ അവനെ പരിശോധിച്ചു. അവന്റെ ആരോഗ്യനില ആകെ തകർന്നിരിക്കുകയാണ്. ഡോക്ടർ, ഞാൻ പറയുന്നത് കൊണ്ട് മാപ്പച്ചന് വിഷമമൊന്നും തോന്നരുത്. അമിതമായ മദ്യപാനവും മയക്കുമരുന്നുകളുമാണ് അവനെ ഈ നിലയിലെത്തിച്ചത്. ഏത് നിമിഷത്തിലും എന്ത് സംഭവിക്കാവുന്ന ഒരവസ്ഥയാണ് അവനിപ്പോൾ. ഡോക്ടർ, എന്റെ മകനെ രക്ഷിക്കാൻ ഒരു മാർഗവുമില്ലേ? അവന് വിദേശത്ത് കൊണ്ടുപോയി ചികിത്സിച്ചാൽ ഒരുപക്ഷെ എന്തെങ്കിലും പ്രയോജനമുണ്ടായെന്ന് വരാം. സൗകര്യപ്പെടുകയാണെങ്കിൽ കഴിയുന്നതും വേണം അത് ചെയ്യുക. എനിക്ക് അവൻ മാത്രമേ ഉള്ളൂ ഡോക്ടർ. അവനെ കൊണ്ടുപോകാം. കോഴി മേടിക്കണ്ട, ജെയിംസ് കുട്ടി കൂട്ടുന്നില്ല. നല്ല താറാവിനെ കിട്ടുമെങ്കിൽ 2 വാങ്ങിച്ചോ. വേഗം വരണം കേട്ടോ. ആ, എന്തായി പോയ കാര്യം? അവർക്ക് ഈ വിവാഹത്തിൽ വലിയ താല്പര്യമില്ലെന്നാണ്. കാര്യമുണ്ടോ? അതിപ്പോഴെങ്ങനെ അറിയാനാ? അവര് പോയെങ്കിൽ പോട്ടെന്ന്, നമുക്ക് വേറെ പെണ്ണിനെ നോക്കാം. അവനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ ധൃതിപ്പെടണ്ട. അതെന്താ അങ്ങനെ പറഞ്ഞത്? അവന്റെ ഇപ്പോഴത്തെ മനസ്സിന്റെ നില ശരിയല്ലെന്ന് തോന്നുന്നു. അല്പം കൂടി ക്ഷമിക്കുന്നതാണ് നല്ലത്. ജെയിംസ് കുട്ടി
അവനെവിടെ പോയിരുന്നു? വെറുതെ നടക്കാൻ. എടാ മോനെ, അടുത്ത ആഴ്ച നമുക്കൊരു വിദേശ പര്യടനത്തിന് പോണം. എന്തിനാ പച്ച? ജസ്റ്റ് ഫോർ എ ചേഞ്ച്. നിനക്ക് ഒരു മാറ്റം ആവശ്യമാണ്. ഞാൻ വരുന്നില്ല.